ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ 3 പേരുള്ളപ്പോ ഒരാൾക്ക് മാത്രമായിട്ട് ഞാൻ കാപ്പി കൊണ്ടുവരുമോ? ഏതായാലും ഇത് ഋതിക മാഡത്തിനാ. ഏത് മാഡത്തിന്? എന്റെ ഭാര്യക്ക്. ഈ ജഗന്നാഥൻ അങ്കിളിനെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയില്ലല്ലോ. കണ്ടെത്തണം മോളെ. പാതിരാക്കൊഴി കൂവി. മോള് പോയി കിടന്നുറങ്ങ്. ചെല്ല്. ഇത്രയും ഏറെ സ്നേഹിച്ചവർ തമ്മിൽ എന്തിനു പിരിഞ്ഞു? മാഡം എവിടെ പോയതായിരുന്നു ഇത്ര നേരം? ഞാനിന്ന് മാർക്കറ്റ് വരെ പോയതാ. ഓ, ഈ സമയത്ത് മാർക്കറ്റിലും പോവോ? പോവാതിരിക്കാൻ വഴിയില്ലല്ലോ. ഉറക്കം വന്നില്ല. ഒരു 2 കിലോ ഉറക്കം മാർക്കറ്റിൽ കിട്ടുമെന്ന് അറിയാനാ പോയത്. ഭാര്യയോട് ക്ഷേമാന്വേഷണം. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഭർത്താവ്. എന്താണ് മോനെ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയോ? ഒരു കുഞ്ഞിക്കാല് കാണുന്നതിന് മുമ്പേ ഭാര്യയ്ക്ക് അടിമവേല ചെയ്യാൻ തുടങ്ങിയോ? അതോ അടിപിടി വല്ലതും ആയോ? ഒന്ന് പോയേച്ചി, ഞാനൊരു കോഫി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചത്, കാര്യങ്ങൾ കയ്യാങ്കളി വരെ എത്തിയൊന്ന്. പിന്നെ കയ്യാങ്കളിയിലൊക്കെ എത്താനേ ഞങ്ങള് കൾച്ചറലെസ് ആൾക്കാരൊന്നുമല്ല, കൊച്ചു പിള്ളേരും അല്ല. പിന്നെന്താടാ കാര്യം? സാധാരണ ഭാര്യമാരാ ഭർത്താക്കന്മാർക്ക് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നെ. ഇവിടെന്താ നീ കേറി കാപ്പി ഉണ്ടാക്കുന്നെ? എന്തോ കാര്യമുണ്ട്. സംതിങ് റോങ്. എന്റെ ചേച്ചി, അത് ഞാനും മാഡം തമ്മില് ലേശം ഉടക്കില്ല. ആദ്യം നീയെ ആ നാണം കെട്ട് മാഡം വിളിയൊന്ന് നിർത്ത്. നല്ല തേൻ പുരട്ടിയ ശബ്ദത്തില് മോളേന്നൊന്ന് വിളിച്ച് ഈ ഉടക്കും വഴക്കും ഒക്കെ അപ്പം മാറും. അല്ലെങ്കിൽ എന്റെ പൊന്നേന്നൊന്ന് വിളിച്ചു നോക്ക്. അയ്യേ, ഞാനത്ര ചീപ്പൊന്നുമല്ല പൊന്നെ ചക്കരയെന്നൊന്ന് വിളിക്കാൻ. ഒരു ചേച്ചി ആങ്ങളേക്കായിരുന്നു അഡ്വൈസ് കണ്ടില്ലേ? നിന്റെ ഫാമിലി ലൈഫ് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനുള്ള അഡ്വൈസുകളാ ഞാൻ തരുന്നത്. ഒരു കോഫി ഉണ്ടാക്കി കൊടുത്താ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്നാ എനിക്ക് തോന്നുന്നത്. എടാ, ഇത് ഉടക്കൊന്നും അല്ല. ഇതിന് പറയുന്നത് സൗന്ദര്യപ്പിണക്കോന്നാ. അന്യോന്യം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എല്ലാ കപ്പിൾസിനും സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓ, എനിക്കറിയില്ല. ഞാനിതേ ആദ്യമായിട്ടാ. എന്താണ് ആങ്ങളെയും പെങ്ങളും കൂടെ അടുക്കളയില്? ഇവൻ ആ പാവം കൊച്ചിനോട് എന്തോ വഴക്കുണ്ടാക്കി. അയ്യോ, ഞാനൊന്നുമല്ല. മാഡം എന്നോട് വഴക്കട്ടെ. മാഡത്തിന് എന്നോടാ പിണക്കം. അതിനിവൻ ഋതുമോളെ സോപ്പിടാൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക. അതുകൊള്ളാം. നല്ലൊരു ചൂട് കാപ്പിയിൽ ഒതുങ്ങിക്കോളും ഈ വഴക്കും പിണക്കും ഒക്കെ. അച്ഛനുമായിട്ട് വഴക്കിടുമ്പോ അച്ഛനെ സോപ്പിടാൻ വേണ്ടി അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ കാപ്പി? ഏയ്, അതിന്റെ ആവശ്യമേ വരില്ല. എന്ത് വഴക്കുണ്ടായാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേ നിങ്ങളുടെ അച്ഛൻ എന്റെ അടുത്ത് വരും. കോംപ്രമൈസില്. പിന്നെ ശരിക്കും വഴക്കിട്ട അങ്ങേരെ ഇടറിയാനേ മേരിക്ക നല്ല ബുദ്ധിമുട്ടാ. മോനെ, ഒത്തിരി നേരമായി ഒരു കാപ്പി കുടിക്കണം കുടിക്കണം എന്ന് ആലോചിച്ചിരിക്കായിരുന്നു.
എത്ര കൃത്യമായി എന്റെ രാജമോൻ ആ മോഹം മനസ്സിലാക്കി. ഇതാ. ഈ അല്ല, നിങ്ങൾ 3 പേരും ഉള്ളപ്പോ ഒരാൾക്ക് മാത്രമായിട്ട് ഞാൻ കാപ്പി കൊണ്ടുവരുമോ? ഏതായാലും ഇത് ഋതിക മാഡത്തിനാ. ഏത് മാഡത്തിന്? എന്റെ ഭാര്യക്ക്. ആ അങ്ങനെ പറ. ചമ്മി പോയല്ലേ? ഞാനെന്തിനു ചമ്മണം? ആ നല്ല തൊലിക്കട്ടിയല്ലേ, എങ്ങനെ ചമ്മും? അല്ല, ഞാൻ പെട്ടെന്നൊരു ചായയോ കാഫിയോ വേണോന്ന് മോഹിച്ച് കിട്ടിയില്ല. അതുകൊണ്ടെന്താ? ഓ ഓ, ആ ചെറുക്കന്റെ ജീവിതം മൊബൈൽ ചപ്പിയ പേരയ്ക്ക പോലെയായി. പിന്നെ ഭാര്യയ്ക്ക് സ്വത്ത് കൂടുതലുണ്ടെങ്കിൽ ഭർത്താവ് അടുക്കളപ്പണി ചെയ്യേണ്ടി വരും. അക്കാര്യം ഓർത്ത് ജയന്റെ അമ്മ മനപ്രയാസപ്പെടുകയോ ഉറക്കം കളയുകയോ വേണ്ട. എന്റെ മകനും മരുമകളും അത്തരക്കാരല്ല. ഞാൻ എല്ലാ മനുഷ്യരുടെയും ഒരു പൊതു സ്വഭാവത്തിന്റെ കിടപ്പ് വശം പറഞ്ഞതാ വേണുമാഷ്. ദേഷ്യപ്പെടല്. ഓ ഓ, ആ ചെറുക്കൻ ഒരു അച്ചിക്കോന്തനായി പോകുമോ എന്നാ എന്റെ വ്യാകുലത. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നിങ്ങൾ ആകുലപ്പെടണ്ട. എന്റെ ആളിയെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളൊന്നുമല്ല. ഋതിക മോൾ അങ്ങനെ ഒരു കക്ഷിയല്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുറ്റം കുറവ് കണ്ടുപിടിക്കാൻ നോക്ക്. എനിക്കെന്തോന്ന് കുറ്റവും കുറവും? ഞാൻ നല്ല അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത്. ഓ, അന്തസ്സായി ജീവിക്കുന്നു. മോനെ കെട്ടിച്ചു കൊടുത്ത വീട്ടിൽ വന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ പുട്ടടിച്ച് ജീവിക്കുന്നു. ഇതാണ് അന്തസ്. മോനെ കെട്ടിച്ചു കൊടുത്ത വീട്. ആ അതെ, എന്താ സംശയം? ദണ്ട് മാന്യതയുള്ളവരെ അവഹേളിച്ചാലുണ്ടല്ലോ, അടിച്ചതിന്റെ പല്ല് ഞാനിഞ്ഞെടുക്കും. നിർത്ത്. നിങ്ങൾ രണ്ടുപേരും എന്റെ കുടുംബത്തിന്റെ വെള്ളടിയാണെന്ന് ഞാൻ കരുതി കഴിഞ്ഞു. അത് പോരെ? അല്ല, ഞാൻ ഇതിനെ പുറകെ പോണു. ഇങ്ങോട്ട് പോ. മകനെ കെട്ടിച്ചു കൊടുത്ത വീട് കേരളത്തിൽ എവിടെയാ? മകനെ കെട്ടിച്ചു കൊടുത്ത വീട് മാഡം, ഋതിക മാഡം, മാഡം, ഋതിക മാഡം. വിളിക്കട്ടെ, അങ്ങനെ വിളിക്കട്ടെ, കണ്ണോർക്കണ്ട. മാഡം, ഋതിക മാഡം.